അപ്പോഴേ നല്ല കിടുക്കാച്ചി ടേസ്റ്റ് നമുക്കൊരു മീൻകറി വെച്ചാലോ ഇന്ന്. അതിന് മൺചട്ടി അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇവയെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴന്ന് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് അതിനാവശ്യമായ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ലേശം ഉലുവാപ്പൊടിയും കൂടെ ഞാൻ ബൗളിലെടുത്ത് ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അത് അതിനകത്തേക്ക് ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്ന വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ ഒരു 3 കുടംപുളി വെള്ളത്തിലിട്ടൊന്ന് കൂത്ത് വെച്ചായിരുന്നു. ആ കുടംപുളി അതിൻ്റെ വെള്ളവും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് കിടന്ന് നല്ലതുപോലെ ഒന്ന് വെള്ളം പറ്റി ഒന്ന് വെളിച്ചെണ്ണ തെളിയുന്നിടം വരെ ഒന്ന് പറ്റിച്ചെടുക്കുക. അതിനുശേഷം മീൻകറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതും ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയത്തേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. അതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റത്തേക്കൊന്ന് വേവിച്ചെടുക്കണം. അത് നല്ലതുപോലെ വെന്ത് പറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ളൊരു മീൻകറിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.